ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. അതായത് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് സിനിമകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ അപ്ഡേറ്റുകളാണെന്ന് നോക്കാം. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കുന്നതിന് മുമ്പേ തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്കും അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. പിന്നെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള OTT അപ്ഡേറ്റുകൾ എല്ലാ ദിവസവും രാത്രി ചെയ്യാറുണ്ട്. ഏകദേശം 90% ഉറപ്പുള്ള സംഭവങ്ങളാണ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ഇംഗ്ലീഷ് മൂവിയാണ്, ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഫിയർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴി ഈ സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ അവൈലബിൾ ആണ്. അടുത്തൊരു ആനിമേഷൻ ഫാൻറ്റസി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. വിഷ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് പിന്നെ DC-യുടെ ഒരു സൂപ്പർ ഹീറോ മൂവിയായിരുന്നു അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം എന്ന് പറഞ്ഞ സിനിമ. ഈ സിനിമയുടെ ഈ സിനിമ ഇപ്പോൾ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ആപ്പിൾ TV പ്ലസിൽ അതുപോലെ തന്നെ ആമസോൺ പ്രൈമിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്. പലരും ചോദിക്കേണ്ട ഈ സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷൻ വരുമോ എന്നുള്ളത്. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ചിലപ്പോൾ വന്നുകൂടായികല്ല. ഇതുവരെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മുടെ ലാലേട്ടൻ്റെ നേര് എന്ന് പറഞ്ഞ സിനിമയാണ്. കിഡ്ലർ റെസ്പോൺസാണ് OTT-യിൽ ഇപ്പോൾ പിന്നെ റിലീസ് ചെയ്തപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് വന്നിട്ടുള്ളത്. മൾട്ടി ഓഡിയോ ആണ് വന്നിട്ടുള്ളത്. മലയാളം കൂടാതെ മറ്റു ഭാഷയിൽ അവൈലബിൾ ആണ്. അപ്പോൾ സിനിമകൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. സിനിമ തിയേറ്ററിൽ പോയി കണ്ടതാണ് ഞാൻ. ഇനിയിപ്പോൾ ലാലേട്ടൻ്റെ മലയക്കോട്ടെ വാലിബൻ വരുന്നുണ്ട്. മറ്റന്നാളാണ് റിലീസ് വരുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ഷോ തന്നെ പോകുന്നുണ്ട്. 6:30 ഷോയ്ക്ക് പോകുന്നുണ്ട്. പോയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് ആ സിനിമയുടെ വിശേഷങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ സഭാനായകൻ എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയാണ്. അശോക് സലം പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ പിന്നെ എന്താ പറയുക, ഫെബ്രുവരി മാസം 14-ാം തീയതി വാലന്റൈൻ സ്പെഷ്യലായിട്ട് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തത് ദ മാർവൽസ് എന്ന് പറഞ്ഞ സിനിമയാണ്. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ നിന്ന് റിലീസ് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ സൂപ്പർ ഹീറോ മൂവിയാണ്, ആക്ഷൻ മൂവിയാണ്. ആമസോൺ പ്രൈമിൽ കഴിഞ്ഞ ആഴ്ച ഈ സിനിമ റിലീസ് ചെയ്തതാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ് ഈ ഒരു സിനിമ. ആമസോൺ പ്രൈമിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ഉണ്ടായിരുന്നുള്ളൂ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ഫെബ്രുവരി മാസം 7-ാം തീയതി ഈ സിനിമയുടെ മൾട്ടി ഓഡിയോ വരുന്നതാണെന്നാണ് ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ്. ഫെബ്രുവരി മാസം 13-ാം തീയതി ഈ സിനിമയുടെ ബ്ലൂറേ പ്രിൻ്റ് കൂടി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്തൊരു തമിഴ് സിനിമയാണ്. മിസസ് പെർഫെക്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. ഡയറക്റ്റ് OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമയാണ്. ഇന്ന് ഈ സിനിമയുടെ ട്രെയിലറും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഫെബ്രുവരി മാസം 2-ാം തീയതിയാണ് ഈ ഒരു കോമഡി മൂവി പിന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് പിന്നെ നമ്മുടെ നരേനും മീര ജാസ്മിനും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ക്യൂൻ എലിസബത്ത് എന്ന സിനിമയുടെ മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ് ക്യൂൻ എലിസബത്ത്. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ഒന്ന് നോക്കിയാൽ C5 ആണ്. C5 ഈ സിനിമ എന്ന് റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല. ഫെബ്രുവരി മാസം ഫസ്റ്റ് വീക്ക് ഈ സിനിമ വരുന്നുള്ളൊരു അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. തിയേറ്ററിൽ ഈ അടുത്ത് റിലീസ് ചെയ്ത്, അതായത് 2024-ലെ ആദ്യത്തെ ഹിറ്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സിനിമയാണ് എബ്രഹാം ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. ഈ സിനിമയുടെ OTT റൈറ്റ്സ് ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോഴും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. ഈ സിനിമ എന്ന് OTT റിലീസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫെബ്രുവരി മാസം 9-ാം തീയതി അല്ലെങ്കിൽ 16-ാം തീയതി, ഈ 2 ഡേറ്റുകളാണ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ആമസോൺ പ്രൈമിലായതുകൊണ്ട് തന്നെ അവർ ഒഫീഷ്യലി പിന്നെ എന്താ പറയുക ഡേറ്റ് കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്യാതെ തന്നെ സർപ്രൈസായി റിലീസ് ചെയ്യാനാണ് ചാൻസ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ പിന്നെ കുറേ സിനിമകളുണ്ട്. നമ്മൾ തിയേറ്റർ റിലീസ് ചെയ്തതിന് ശേഷം OTT റിലീസ് ചെയ്യാത്ത കുറേ സിനിമകളുണ്ട്. പലരും പല സിനിമകളെക്കുറിച്ചും അതെന്താ വരാത്തത് ഇതെന്താ വരാത്തതെന്നുള്ള പലരും ചോദിക്കാറുണ്ട്. അത് എന്താണെന്ന് എന്താ പറയുക, പിന്നെ വിജയിക്കുന്ന സിനിമകൾ പെട്ടെന്ന് തന്നെ തിയേറ്ററിൽ വിജയിക്കുന്ന സിനിമകൾ പെട്ടെന്ന് തന്നെ OTT റിലീസ് ചെയ്യുന്നുണ്ട്. പിന്നെ വിജയിക്കാത്ത സിനിമകളാണ് പെട്ടെന്ന് വരാത്തത്. എന്താണെന്ന് വെച്ചാൽ അത് വാങ്ങിക്കാൻ ആൾക്കാരില്ലാത്തത് കൊണ്ടാണ്. പിന്നെ എല്ലാവരും പിന്നെ ആ ഒരു സിനിമകൾ വാങ്ങിക്കാൻ ധൈര്യപ്പെടുന്നില്ല. അവർക്ക് ലാഭം ഉണ്ടാവുമോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ കൊണ്ടായിരിക്കാം. ഇത് തിയേറ്റർ റിലീസ് ഈ നേര് എന്ന് പറഞ്ഞ സിനിമയൊക്കെ, നേര് സലാർ, ഈ 2 സിനിമകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. തിയേറ്റർ റിലീസ് ചെയ്ത് ഏകദേശം 30-ാം ദിവസം തന്നെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമകളാണ് 2 സിനിമകളും. അതുപോലെ തന്നെയായിരിക്കും എബ്രഹാം ഓസ്ലർ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമയും പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ പിന്നെ ഏതൊക്കെ സിനിമകളാണ് OTT റിലീസ് ചെയ്യാത്തത് എന്നുള്ളത്
ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും എപ്പോഴും പലരും കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്ന സിനിമകളാണ് പല സിനിമകളും എന്താ വരാത്തത് എന്നുള്ളത്. ഏതൊക്കെ സിനിമകളാണ് ഇനി OTT റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതല്ല, OTT റിലീസ് തിയേറ്റർ റിലീസ് ചെയ്തിട്ടും OTT റിലീസ് ചെയ്യാത്ത സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് ഒരു ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടായിരിക്കുന്നു. ഈ ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.